എറണാകുളം കോലഞ്ചേരിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ്. അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയ പൂർണ്ണമാക്കിയില്ല എന്നും 1 വർഷം ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലെന്നും കോലഞ്ചേരി സ്വദേശി വിഷ്ണുജിത്ത് പോലീസിന് പരാതി നൽകി. ആരോഗ്യ പ്രശ്നം മൂലം ആസിർ മെഡിസിറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് ഓപ്പറേഷൻ ചെയ്തതിന്റെ ബാക്കി ഭാഗം വയറിനകത്തുണ്ട് എന്ന കാര്യം കുടുംബം തിരിച്ചറിഞ്ഞത്. കൊച്ചിയിൽ നിന്ന് കെബിൻ കെന്നഡി ചേർന്നുണ്ട്. കെബിൻ, ആദ്യം ഇത് എന്താണ് സംഭവം, എന്താണ് നടന്നത്, എന്താണ് വീട്ടുകാർ പറയുന്നത് എന്ന് കേൾക്കാം. സേതുലക്ഷ്മി പറഞ്ഞോളൂ കെവിൻ. സേതുലക്ഷ്മി, 2023 ഒക്ടോബർ മാസം ആണ് ഇത്തരത്തിൽ കടുത്ത വയറുവേദനയും പനിയും തുടർന്ന വിഷ്ണുജിത്തിനെ കോലഞ്ചേരിയുള്ള MOSC മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അപ്പൻഡിസൈറ്റിസ് ആണെന്നുള്ള വിവരം അവിടുത്തെ ജനറൽ സർജൻ പരിശോധനയിൽ കണ്ടെത്തി. അതിനുശേഷം ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ ഇനി ഈ വയറുവേദന കുറയുകയുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുടുംബം ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാവുകയും ആദ്യഘട്ടത്തിൽ, അതായത് ഈ വിഷ്ണുജിത്തിനെ അഡ്മിറ്റ് ആക്കിയതിന് പിറ്റേ ദിവസം തന്നെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. കുറേ കാലം അവിടെ അഡ്മിറ്റായിരുന്ന വിഷ്ണുജിത്ത് അസുഖം ഭേദമായി എന്ന് കരുതി തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാലും വീട്ടിലെത്തിയതിനു ശേഷം തുടർന്ന് വയറുവേദനയും പനിയും ഛർദിലും അടക്കമുള്ളവ ഉണ്ടായി. വീണ്ടും MOSC മെഡിക്കൽ കോളേജിൽ ചെന്ന് തതുല്യമായ രീതിയിൽ പരിശോധനകളും മറ്റ് ചികിത്സകളും നടത്തി തിരിച്ചു വന്നു. എന്നിട്ടും ഈ വിഷ്ണുജിത്തിന് വയറുവേദനയിലും പനിയിലും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ നേരിട്ടിരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് കുടുംബം മറ്റൊരു ആശുപത്രിയിൽ ഇതിനെപ്പറ്റി പരിശോധന നടത്താമെന്നുള്ള കാര്യം തീരുമാനിച്ചത്. ആ സാഹചര്യത്തിലാണ് ആസർ മെഡിസിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ, അതായത് അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ബാക്കി ഭാഗം വയറ്റിനകത്ത് തന്നെ ഉണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 1 വർഷത്തോളം കാലമായി വിഷ്ണുജിത്തിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. 20 വയസ്സുള്ള യുവാവാണ് വിഷ്ണുജിത്തിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് വിഷ്ണുജിത്ത് കോലഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറായത്. പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ അമ്മ നമുക്കിപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അമ്മ, ഈ വിഷ്ണുജിത്തിന് ഈ വയറുവേദന വരുന്നത് കഴിഞ്ഞ വർഷമാണല്ലേ? അങ്ങനെയാണ് ആശുപത്രിയിൽ പോകുന്നത്. ഞങ്ങള് ഹോസ്പിറ്റലിൽ വയറുവേദനയും പനിയുമായിട്ട് ചെന്നിട്ട് ഡോക്ടർ ആദ്യം വേറൊരു ഡോക്ടറെയാണ് സർജന്റെ ഹെഡിനെ കണ്ടത്. ആ ഡോക്ടർ ഉച്ച കഴിഞ്ഞ് ലീവ് ആയതിനാൽ ഡോക്ടർ സതീഷ് പ്രഭു എന്ന് പറയുന്ന ഡോക്ടർക്ക് വേറൊരു ഹെഡിനാണ്, സർജറി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനാണ് കൈമാറിയത്. അത് ഡോക്ടർ സതീഷ് പ്രഭു. അപ്പോ ഡോക്ടർ നോക്കിയിട്ട് രാത്രി 1 മണി ആയപ്പോഴാണ് കൊച്ചിന് എല്ലാവിധ ടെസ്റ്റുകളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പൻഡിക്സ് ആണെന്ന് മനസ്സിലായത്. പിറ്റേ ദിവസം എമർജൻസി ആയിട്ട് ഓപ്പൺ സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓപ്പൺ സർജറി ചെയ്തു. ഒരു സൺഡേ ആയിരുന്നു, എങ്കിലും ഓപ്പൺ സർജറി ചെയ്തു. ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കരമായിട്ട് പനി കുറയുന്നില്ലാത്തതാണ് 2 ദിവസം ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ICU നിന്ന് പുറത്തിറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നത്. കൊച്ചിന് വൊമിറ്റിങ്, ഡയറിയ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. കൊച്ചിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് ഞങ്ങളൊരു 10-12 ദിവസത്തോളം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് അവിടെ ഫോളോ അപ്പിന് പോയപ്പോൾ സ്റ്റിച്ച് എടുക്കേണ്ട സമയമായി. സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം അത് അടച്ച് വീർത്ത് പൊട്ടി. അപ്പൊ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ സ്റ്റിച്ചെടുത്ത മുറിവാണോ? ആ മുറിവ് പൊട്ടി. ആ മുറിവിനകത്ത് കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ഡ്രസ് ചെയ്യാൻ പോക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടും വളരെ ചിലവേറിയതും. ഈ ബുദ്ധിമുട്ടുണ്ട്, ഈ ശസ്ത്രക്രിയക്ക് ശേഷം വീട്ടിൽ പോയതിനു ശേഷവും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു കാര്യം ആശുപത്രിയിൽ പറഞ്ഞായിരുന്നോ?
അപ്പോഴും ഡോക്ടർ പറഞ്ഞത് അപ്പൻഡിക്സിന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു. നമുക്കറിയില്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ അപ്പൊ നമ്മള് അത് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ മാറും എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുവാണ്. 6 മാസത്തോളം കഴിഞ്ഞിട്ടും കൊച്ചിന് മുറിവ് ഉണങ്ങിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു കൊച്ചിന് ജോലിക്ക് പോകാൻ പറ്റില്ല. കൊച്ചു കുമ്മിൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ നേഴ്സിനെ വെച്ച് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഇത് പാട് മാറ്റണം. ഒരുപാട് സർജിക്കൽ സാധനങ്ങളെല്ലാം മേടിച്ചാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പഴുപ്പ് കയറി വീണ്ടും വിഷയമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നേഴ്സിനെ വെച്ച് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് 6 മാസത്തോളം ഫോളോ അപ്പ് ഡോക്ടർ മുടക്കിയിട്ടില്ല. വീണ്ടും അവിടെ ചെല്ലുന്നു. ആഴ്ച 2 ഈ 6 മാസം പോകുമ്പോഴും ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, വിഷ്ണുജിത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴും പിന്നീട് ഒരു ചെക്കപ്പ് നടത്താനോ ഒന്ന് സ്കാൻ ചെയ്യാനോ ഒന്ന് പരിശോധിക്കാനോ ഒന്നും ഈ ഡോക്ടർ തയ്യാറായിട്ടില്ല അല്ലേ? സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ചയിൽ ഞാൻ ടൂറ് പോവുകയാണ്. പിന്നത്തെ ആഴ്ചയിൽ, അതായത് ഞങ്ങൾ മാർച്ച് 30 മാർച്ചിലാണ് ഞങ്ങൾ ചെല്ലുന്നത് കാണാനായിട്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഞങ്ങള്. എന്നുവെച്ചാൽ നമുക്ക് കൊച്ചിനെ മറ്റുള്ള പഠിക്കാൻ പറ്റും, എന്തെങ്കിലും വിടണമെന്നുണ്ടെങ്കിലോ ജോലിക്ക് പോകുന്നതിലോ ഒന്നും പറ്റില്ല. അപ്പൊ കൊച്ചിനെ ഓൾറെഡി ഇങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് എഴുതി നെവൽ ബേസിൽ അപ്രന്റീസ്ഷിപ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിനെ കിട്ടി. കൊച്ചിന് പഠിക്കാനായിട്ട് അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നെവൽ ബേസിലൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. കൊച്ചിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നെ സർജറി ചെയ്യാന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞതാണ് എന്നോട്. അപ്പൊ ഇവന് 20 കിലോ വെയിറ്റ് ലോസ് നടന്നു. അപ്പൊ ഡോക്ടർ പറയാണ് കൊച്ചിന് സ്പൈനൽ TB ഉണ്ട്. യാതൊരു ടെസ്റ്റ് നടത്താതെയാണെന്ന് ഓർക്കണം. കൊച്ചിന് സ്പൈനൽ TB ഉണ്ട്. പിന്നെ കൊച്ചിന് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് അപ്പൻഡിക്സിന്റെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് കുടല് മൊത്തം ഉപ്പുവെള്ളത്തിൽ കഴുകാമെന്ന്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ചെയ്തത്. ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി. അപ്പൊ അവിടെ ചെന്ന് സകല ടെസ്റ്റുകളും നടത്തി കാര്യങ്ങളെല്ലാം നടത്തിയപ്പോഴാണ് അവര് ഓൾറെഡി അവിടെ സ്റ്റിച്ച്, അതായത് ഇത് അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞിട്ട് അവിടെ ത്രെഡ് ഇടാൻ മറന്നുപോയിന്ന്. അപ്പൻഡിക്സിന്റെ പകുതി, അത് പിന്നത്തെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സർജറിയിലാണ് എടുത്തു തന്നത്. അപ്പൻഡിക്സിന്റെ പകുതി അവിടെ ഇരിക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട്. അല്ല അമ്മ, അപ്പൊ ഈ ഒരു ഇത്രയും വലിയൊരു ചികിത്സാ പിഴവുണ്ടായിട്ട് നിങ്ങൾ ഈ ആശുപത്രി അധികൃതർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ? അന്ന് മറ്റ് അവിടുത്തെ മുതിർന്ന അധികൃതരോടോ മറ്റോ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തോ ഈ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയെ കുറിച്ച്? സംസാരിച്ചിരുന്നു. ഇതുകൊണ്ടാണ് സംഭവിച്ചതെന്നും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കിട്ടിയതിനു ശേഷം ഞങ്ങള് വീണ്ടും കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. അപ്പൊ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ മെഡിക്കൽ ഉണ്ടായിരുന്ന വർഗീസ് പോൾ എന്ന് പറഞ്ഞ ഡോക്ടറും ഒരു ഫോറൻസിക് സർജനും പിന്നെ ഈ സർജറി ചെയ്ത ഒരു ഡോക്ടറുമായി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു തരാം, ഞങ്ങളുടെ എല്ലാ ചെലവും ചെയ്തു തരാം, നിങ്ങൾ വന്ന് വീണ്ടും ഓപ്പൺ സർജറി, അതായത് ഇപ്പുറത്തെ സൈഡ് ഉണങ്ങിയിട്ടില്ല, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഓപ്പൺ സർജറി തന്നെ ചെയ്യുള്ളൂ എന്ന് അവർ പറയുന്നു. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ കൊച്ചു സമ്മതിച്ചില്ല. കാരണം നമുക്ക് പൈസ ഇല്ലാത്തതാണെങ്കിലും അവന് തിന്ന വേദനയും ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അത്രയും കാലം. ഞങ്ങളുടെ പ്രതീക്ഷയാണ് കൊച്ചിന് നേവൽ ബേസിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ നേവിയിലാവുക. അവൻ നേവിയുടെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ച്, ഹൈറ്റും വെയിറ്റും എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചാണ്. അതായത് നേവിയില് ഒരു പല്ല് പറിച്ചാൽ പോലും കിട്ടില്ല എന്നുള്ളത് അത്രയും ഇതിൽ പോയി ഞങ്ങൾക്ക് കുടുംബത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അത്താനായിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ കാണുന്നത്. അപ്പൊ ഇതേ അവസ്ഥയിലേക്ക് വന്നുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നേവിയില് ജോലി കിട്ടില്ല. കാരണം കൊച്ചിന് മെഷിട്ടങ്ങനെ ഫുള്ള് വയറ് നിറച്ച് ഈ പഴുപ്പുണ്ടായിരുന്നതുകൊണ്ട് അന്നത്തെ സർജറിയിൽ മെഷിടാൻ പറ്റിയിട്ടില്ല. പിന്നെ കുടല് പതുക്കെ പുറത്തോട്ട് ബൾജിങ് വന്നു, കാരണം മസിൽ വീക്ക് ആയതുകൊണ്ട്. ഈ കഴിഞ്ഞ നവംബർ 10 വീണ്ടും സർജറി ചെയ്തത്. നിസ്സാരം 50,000 രൂപയിൽ തീരേണ്ട പ്രശ്നം ഞങ്ങൾക്ക് വലിയ ബാധ്യത, ഞങ്ങളെ എല്ലാവരും ഞങ്ങളുടെ വീട് വിറ്റാലും തീരാത്ത രീതിയിലുള്ള വലിയ ബാധ്യതയിലേക്ക് ഹോസ്പിറ്റൽ അധികൃതർ ഞങ്ങൾ തള്ളി വിടുകയാണ് ഉണ്ടായത്.
അമ്മ ഇപ്പൊ ഈ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ എന്തെങ്കിലും തുടർ നടപടികളൊക്കെ ആയിട്ടുണ്ടോ? പരാതി കൊടുത്തത് ഞങ്ങൾ ജൂലൈയിൽ പരാതി കൊടുത്തിട്ട് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും, ഞാനും ഹസ്ബൻഡും മാറി മാറി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം നമ്മുടെ കുന്നത്തുനാട് MLA ഇടപെട്ടു. MLA പോയി കണ്ടപ്പോൾ MLA ഇടപെട്ടു. MLA ഇടപെട്ടിട്ട് പോലും ഞാൻ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നിട്ട് എന്നെ കണ്ട മട്ട് പോലും ചെയ്തിട്ടില്ല അവര്. അപ്പൊ ഞാൻ സാറിനെ വിളിക്കും, സാറ് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എന്റെ മുന്നിൽ ഈ സാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നു. സാറ് പറയും നിൽക്ക്, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ MLA ഇടപെട്ട് ഒരുപാട് പ്രാവശ്യം MLA ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് കഴിഞ്ഞ ദിവസം അവര് FIR ഇട്ടിട്ടുണ്ട്, മെഡിക്കൽ ബോർഡിന് അയക്കാം എന്ന് പറഞ്ഞത്. ശരി അമ്മ, ഒരൊറ്റ കാര്യം കൂടി, വിഷ്ണുജിത്ത് ഇപ്പം ആരോഗ്യവാനാണോ? വിഷ്ണുജിത്ത് ആരോഗ്യവാനല്ല. അതായത് ഒരു 8 മാസത്തോളം ഫുള്ള് ബെൽറ്റ് യൂസ് ചെയ്തതിന് ശേഷം കിടക്കുമ്പോൾ പോലും ബെൽറ്റ് യൂസ് ചെയ്യണം. പിന്നെ കൊച്ചിന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ നേവൽ ബേസിൽ ഇപ്പോൾ ടെസ്റ്റിന്റെ അപ്രന്റീസ്ഷിപ്പിന്റെ എക്സാം ഡിസംബറിലുണ്ട്. അപ്പോൾ കൊച്ചിന് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ലാത്ത കാരണം ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങൾ അവനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അറ്റൻഡൻസ് ഇട്ട് പോരുന്നു. ശരി അമ്മേ, വളരെയധികം നന്ദി ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞതിന്, പ്രതികരിച്ചതിന്. വിഷ്ണുജിത്ത് എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി തീരട്ടെ. നമ്മുടെ നാട്ടിൽ ഈ ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചികിത്സാ പിഴവ് ഇതൊരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, എവിടെ പോയാലും ഈ ഡോക്ടർമാർ വരുത്തിവെക്കുന്ന ഈ പാതകങ്ങൾ, ഈ പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരല്ലാത്തവർക്ക്, നമ്മളൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും അസുഖവുമായി പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഈ ഡോക്ടർമാരെ മാത്രമാണ്. അവർ പറയുന്നത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നിഷ്കളങ്കതയെ, പലരുടെയും നിഷ്കളങ്കതയെ മുതലെടുക്കുന്ന തരത്തിലുള്ള ഡോക്ടർമാരുടെ പ്രവർത്തനങ്ങൾ, ആരോഗ്യം കളയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നുണ്ട്. കെബിൻ കെന്നഡി തുടരുകയാണ് നമുക്കിപ്പം. കെബിൻ, അമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് ഈ വലിയ രീതിയിലുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവർക്ക് ശസ്ത്രക്രിയയിൽ വന്ന പിഴവ് മറച്ചു വയ്ക്കാൻ പോലും ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. മറ്റൊരു ആശുപത്രിയിൽ പോയപ്പോഴാണ് ഇക്കാര്യം അറിയുന്നത് പോലും ആ ഒരു കുടുംബത്തിൻ്റെ ഈ അറിവില്ലായ്മയെ പോലും ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ഡോക്ടർമാർ മാറുന്നൊരു അവസ്ഥ കാണുന്നു. നമ്മൾ സമീപകാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഒരു നടപടി എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബം, അതിലെന്തെങ്കിലും നടപടിയാകുന്നുണ്ടോ? ഈ അമ്മയുടെ വാക്കിൽ നിന്ന് FIR രജിസ്റ്റർ ചെയ്തു എന്നറിയുന്നു. തീർച്ചയായിട്ടും സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ രണ്ടാം പ്രാവശ്യം ഇതേപോലെ ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം ഈ MOSC മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഇവരെ ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഈ വിഷ്ണുജിത്ത് എന്ന് പറയുന്ന 20-കാരൻ്റെ എല്ലാ ചിലവുകളും ആശുപത്രി വഹിച്ചുകൊള്ളാം. ആദ്യം ഒരു സർജറി നടത്തിയതിന് ശേഷമാണ് വീണ്ടും അതേ തലസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സർജറി നടത്തുക എന്ന് പറയുന്നത് ഒരു 20-കാരനെ സംബന്ധിച്ചോളം എത്രത്തോളം വേദനാജനകമാണെന്ന് നമുക്കറിയാം. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഈ ആദ്യഘട്ടത്തിൽ ജൂലൈ മാസത്തിലാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ വാർത്ത ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ പല പ്രാവശ്യം വിഷ്ണുജിത്തിൻ്റെ അമ്മ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയെങ്കിലും ആദ്യഘട്ടത്തിൽ ആശുപത്രിക്കെതിരെ കേസെടുക്കാനോ ഒന്നും ഈ പോലീസ് CI ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല. പിന്നെ നിരന്തരമായി ശ്രീനിജൻ MLA ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ കേസ് കഴിഞ്ഞ മാസം എടുത്തിരിക്കുന്നത്, FIR ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് DMOയ്ക്ക് അടക്കം അയച്ചുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ തേടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസിൻ്റെ അന്വേഷണം ഉൾപ്പെടെ മന്ദഗതിയിലാണ് മുന്നോട്ട് പുരോഗമിക്കുന്നത്. ഇതുവരെ MOSC ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്ന ഒരു തരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതേപോലുള്ള ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കും എന്നതിനപ്പുറം, അതൊരു പതിവ് കാഴ്ചയാകുന്നു എന്നതിനപ്പുറം തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിൽ പലപ്പോഴും ഇരകളായിപ്പെട്ടു പോകുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. ഇതുമായി വലിയ അറിവും ഒന്നുമില്ലാത്ത ഡോക്ടർമാരെയും ആ ആശുപത്രിയും മാത്രം വിശ്വസിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരാണ് പലരും ഇതിൽ പെട്ടുപോകുന്നതും. ഇനി ഇത്തരത്തിലുള്ള നടപടി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വീണ്ടും തുടർക്കഥ എന്നോണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. കെബിൻ കെന്നഡിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.